ജൂലൈ 30 പുലർച്ചെ 2 മണിവരെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു ഗ്രാമം. മതിലുകളില്ലാതെ ജീവിച്ച മനുഷ്യർ, അതിരുകളില്ലാത്ത സ്നേഹം, പതിവില്ലാത്ത മഴ പതിവായി കണ്ടവരാണ് മുണ്ടക്കയിലും ചൂരൽമഴയിലെയും മനുഷ്യർ. 84-ൽ വെള്ളിമല രൂപം മാറി കലിപൂണ്ട് 11 ജീവനുകളെടുത്ത കഥ മുത്തശ്ശിമാരിൽ നിന്നും കേട്ടാകും ആ രാത്രി പല കുഞ്ഞുങ്ങളും ഉറങ്ങിയിട്ടുണ്ടാവുക. 84-ലെ വെള്ളരിമലയുടെ രൗദ്രത പ്രായമായ പലരും ആ രാത്രിയിൽ ഓർത്തിട്ടുണ്ടാകും. പതിവില്ലാതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത്. എന്നാൽ നാടേറ്റുവാങ്ങിയതിലും ഇരട്ടി കണ്ണീർ വെള്ളം കാടേറ്റുവാങ്ങിയത് പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അതിനാലാണ് ജീവിതായുസ്സുകൊണ്ട് കെട്ടിപ്പടുത്ത കോൺക്രീറ്റ് കൂരകളുടെ സുരക്ഷിതത്വം വിട്ടോടാൻ പലരും തയ്യാറാകാതിരുന്നത്. പിന്നീട് നടന്നത് നാം ഇത്രനാൾ കണ്ടു, കേട്ടു. പതിറ്റാണ്ടുകളുടെ മനുഷ്യാധ്വാനം കൊണ്ട് നിർമ്മിച്ച ഒരു നാട് മണ്ണായി മാറിയപ്പോൾ കേരളം ഒറ്റക്കെട്ടായി ആ ജനതയ്ക്കൊപ്പം നിന്നു. ഉരുളിനേക്കാൾ ശക്തിയിൽ നന്മയുടെ സഹായം കുത്തിയൊലിച്ചു. പക്ഷേ സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരിതത്തിൽ നിന്നും കരകയറാൻ രാജ്യത്തിന്റെ ഒന്നാകെ പിന്തുണ ആവശ്യമുണ്ട് വയനാടിന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് നേരിൽ കണ്ടിരിക്കുന്നു മാറു പിളർന്നു കിടക്കുന്ന വെള്ളരിമലയുടെ കണ്ണീർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് നേരിൽ കണ്ടു മാറത്തണച്ച ജീവനുകൾ നഷ്ടപ്പെട്ട മനുഷ്യരുടെ വിലാപം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് നേരിൽ മനസ്സിലാക്കി വയനാടിന് കൈത്താങ്ങാകേണ്ടതിന്റെ ആവശ്യകത. ആ മണ്ണിൽ ചവിട്ടി നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പൂർണ്ണ പിന്തുണ എന്ന വാക്കിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് കേരളം.